നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പേർ പ്രണയ നൈരാശ്യം മൂലം സ്നേഹിച്ച പുരുഷൻ ചതിച്ചിട്ട് പോയി, അല്ലെങ്കിൽ അവൻ എന്നോടൊപ്പം മിണ്ടുന്നില്ല ടീച്ചറെ, കുറേ ദിവസങ്ങളായി എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ വയ്യ. അതുപോലെ തന്നെ കുറേ ഭാര്യമാർ ഭർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര വഴക്കും ബഹളവുമാണ്, എന്നോട് കൂടുതൽ അടുപ്പമില്ല, എനിക്ക് ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം അമ്മമാർ അല്ലെങ്കിൽ ഭാര്യമാരും, പിന്നെ പ്രണയ നൈരാശ്യം മൂലം വിഷമിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെയും എനിക്കറിയാം. ഇതുപോലെ തിരിച്ചും ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഇന്ന് ഞാനിവിടെ പാർവതീദേവി പരമശിവനെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഭഗവാൻ പരീക്ഷിച്ചതിന് ശേഷമാണ് പാർവതീദേവിക്ക് ശിവഭഗവാനെ ഭർത്താവായി ലഭിച്ചത്. കാരണം സതിയുടെ നിര്യാണം മൂലം വിഷമിച്ചിരുന്ന ഭഗവാൻ ഇനി ഒരു വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയും, പക്ഷെ നടന്നേ പറ്റുമല്ലോ. അപ്പോൾ ദേവന്മാരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് പാർവതീദേവി ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത്. അങ്ങനെ ഒരുപാട് ത്യാഗം ചെയ്ത ആ പാർവതീദേവി അന്ന് സ്വീകരിച്ച ആ തപസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ അമ്മയെ സ്തുതിച്ചുകൊണ്ട്, പാർവതീദേവിയെ സ്തുതിച്ചുകൊണ്ട് നമ്മളൊരു മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായും ഈ വിഷമിച്ചിരിക്കുന്ന ഭാര്യമാർക്കും കാമുകിമാർക്കുമൊക്കെ അവരുടെ പ്രണയം സാഫല്യമാവും, ഭർത്താവിനെ തിരിച്ചു കിട്ടും, മക്കൾക്ക് അച്ഛനെ തിരിച്ചു കിട്ടും. അങ്ങനെ സന്തോഷപൂർണമായ ഒരു കുടുംബ ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി അനാവശ്യ അപമൃത്യു ഉണ്ടാവാതിരിക്കാൻ, കാരണം മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഈശോയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ടീച്ചർ, ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് കുറേ പേർ പറഞ്ഞതിൻ്റെ പേരിലാണ് ചിലരൊക്കെ എന്നോട് രഹസ്യമായി ചോദിക്കുകയും ചെയ്തു, അങ്ങനെ ഒരു വീഡിയോ ടീച്ചർക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചതിൻ്റെ ബേസിലാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് പാർവതീദേവി ഭഗവാനെ പ്രാർത്ഥിച്ച അതുപോലെ, അപ്പം ആ പാർവതീദേവിയുടെ ആ ശക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട്, അമ്മ വിജയിച്ച ആളാണല്ലോ, അപ്പം ആ വിജയിച്ച ആളുടെ ആ ശക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് ഒരു മന്ത്രം ഒന്ന് ജപിച്ചു നോക്കാം. മന്ത്രമാണ് എന്ന് വിചാരിച്ചാലും മന്ത്രം ജപിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എല്ലാ ക്ഷേത്രങ്ങളിലും എപ്പോഴും ചൊല്ലുന്ന ഒരു മന്ത്രമാണ്. ബിംബത്തിൻ്റെ ശക്തി കൂട്ടാൻ, മൂലബിംബത്തിൻ്റെയൊക്കെ ശക്തി കൂട്ടാൻ, വരുന്നവർക്കിടെ കാര്യങ്ങളൊക്കെ വിജയിച്ച് കിട്ടാൻ അർച്ചനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ്. സ്വയംവര മന്ത്രം എന്ന് പറയും, വശ്യമന്ത്രം എന്ന് പറയും. നമുക്കിവിടെ വശ്യമന്ത്രമായിട്ട് എടുത്താൽ മതി. കല്യാണം കഴിച്ചവർക്ക് വീണ്ടും കല്യാണമൊന്നും വരില്ല. ഒന്നും കൂടി ഞാൻ പറയാം. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ. ഈ സ്വാഹ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഹോമം ചെയ്യുമ്പോഴാണ് സാധാരണ നമ്മൾ സ്വാഹ പറയുക. അതുകൊണ്ട് നമുക്കൊന്ന് മാറ്റി പറയാം. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ ഓം ഹ്രീം നമ. അപ്പം ആ ശക്തിയെ ഒന്നും കൂടി അങ്ങനെ അമ്മ വിജയിച്ചു. അപ്പൊ അമ്മ യോഗിനിയായി തീർന്ന് അവസാനം ഭഗവാനെ സ്വന്തമാക്കിയ തപശക്തി കൊണ്ട്, തൻ്റെ പ്രാർത്ഥന കൊണ്ട് ഭഗവാനെ സ്വന്തമാക്കാൻ കഴിഞ്ഞതുപോലെ ഓരോരുത്തരെയും മന്ത്രം കഴിയുന്നത്രയും പ്രാവശ്യം ജപിക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാവും. ഇനി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാവുന്നവർക്ക് കല്യാണം നടന്നില്ലെങ്കിലും ഈ മന്ത്രം തന്നെ ചെല്ലാം. ഇത് സ്വയംവര മന്ത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതല്ലാതെ നമുക്കൊരാളില്ലാതെ ജീവിക്കാനേ പറ്റില്ല. അത്രമേൽ അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലങ്ങ് കീഴടക്കിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, ശ്വാസം പോലും അദ്ദേഹത്തെ ഓർത്താണ് ചെയ്യുന്നതെന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമാണ് ഓം ക്ലീം കാമദേവായ രൂപായ അനംഗമേഖലായ മദനരൂപിണി മദാകൃതി മനോന്മത്തം
ആഗനരം പുരാവാസം സകലവശ്യം ശക്തിം ദേഹീം സകലവശ്യം കുരു കുരു. ഓം ശ്രീ നമഃ. ഓം ക്ലീം കാമദേവായ രൂപായ അനംഗമേഖലായ മദനരൂപിണീ മദാകൃതിം മനോന്മത്തം ആഗനരം പുരാവാസം സകലവശ്യം ശക്തിം ദേഹീം സകലവശ്യം കുരു കുരു. ക്ലീം ക്ലീം നമോ നമഃ. ഓം ഹ്രീം നമഃ. ഇനി കൺമഷി എടുക്കാം. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. കുറച്ച് കൺമഷി എടുത്തിട്ട് ദിവസവും മനസ്സിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ആ കൺമഷി ഇങ്ങനെ നന്നായിട്ട് തൊട്ടിങ്ങനെ പ്രാർത്ഥിക്കുക. മനസ്സിലിങ്ങനെ സ്വയംവര പാർവതീദേവി അല്ലെങ്കിൽ പാർവതീദേവി മനസ്സിൽ ധ്യാനിച്ച ആ ഇഷ്ടപുരുഷൻ നമ്മൾക്ക് ഭർത്താവായിട്ട് വരണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൺമഷി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കണ്ണെഴുതിയാൽ ആ കണ്ണുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ ഇഷ്ടപ്പെട്ട് തന്നെ വരും. എത്ര പിണക്കമുണ്ടെങ്കിലും അതൊക്കെ മാറുമെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മുടെ ഭർത്താവ് വരുന്ന സമയമാകുമ്പോഴേക്കും വൈകുന്നേരം കണ്ണെഴുതാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും കണ്ണൊക്കെ എഴുതി സുന്ദരിയായി ഇരിക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ. അതുപോലെ തന്നെ സെൻറ്റ്, പെർഫ്യൂം അല്ലെങ്കിൽ ചന്ദനത്തൈലമൊക്കെ ഉണ്ട്. അതിലൊക്കെ പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു മന്ത്രം ജപം. ഇതൊക്കെ കൂടോത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള രാജഗോപാലൻ ജപിച്ച് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ രാജഗോപാലൻ ജപിക്കും. അതൊരു വശ്യമന്ത്രമാണ്. ഓം ശ്രീ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ. എല്ലാം എനിക്ക് വശമാക്കി തരണേ എൻ്റെ കൃഷ്ണ. ഇന്ന് ഞാൻ പോകുന്ന ഇൻ്റർവ്യൂ പൂർണ്ണമായും ഫലിക്കണേ, അവർക്ക് എന്നിലൊരു വിശ്വാസം തോന്നണേ എന്നത് തന്നെയാണ് എല്ലാ വശ്യമന്ത്രത്തിൻ്റെയും ലക്ഷണം. പരസ്പരം ഒരു ആകർഷണം, പരസ്പരം ഒരു വിശ്വാസം, നമ്മളതിന് പറ്റിയവരാണെന്ന് തോന്നുന്ന, നമ്മൾ കല്യാണം കഴിച്ച നമ്മുടെ ഭർത്താവിന് എല്ലാം കൊണ്ട് യോഗ്യതയുള്ളവരാണ് നമ്മൾ. അപ്പം ആ യോഗ്യത തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വിട്ടുപോകാൻ സമ്മതിക്കരുത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ പ്രാർത്ഥനകളെല്ലാം ചെയ്യാം. പറ്റുമെങ്കിൽ 16 തിങ്കളാഴ്ച വ്രതമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് ഭഗവാനെ അങ്ങോട്ട് മനസ്സിലങ്ങ് ശിവഭഗവാനെ ഉമയും മഹേശ്വരനും എത്ര ഐക്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ശിവപാർവതിമാരെ ഏറ്റവും എത്ര ഐക്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അതുപോലെ ഉമയെയും മഹേശ്വരനെയും പോലെ, ശിവനെയും പാർവതിയും പോലെ, ലക്ഷ്മിയും നാരായണനെയും പോലെ ഞങ്ങൾക്കും സന്തോഷവും സമാധാനവും എല്ലാ സമ്പത്തും അനുഭവിച്ച് കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ലക്ഷ്മി നാരായണ വിഗ്രഹമോ ഉമാമഹേശ്വര വിഗ്രഹമോ ഒക്കെ ഒരു ചെറിയ 50 or 100 രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. ക്ഷേത്രങ്ങളിലൊക്കെ നടക്കൽ വച്ചിട്ടുണ്ടാകും, ഗുരുവായൂരൊക്കെ ഉണ്ട്. അത് തൊട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രാർത്ഥന തന്നെ ചൊല്ലുക. ഭഗവാനെ, എൻ്റെ ആള് എന്നോട് പിണങ്ങി നിൽക്കുകയാണ്, ഒന്ന് ഇണക്കി തരണേ. കാരണം അതില്ലാതെ നമുക്ക്, കാരണം അർത്ഥനാരിയായി ജീവിതത്തിൻ്റെ പാതി ഭാഗത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി കുട്ടികൾക്കൊരു നല്ല ജീവിതം വേണം, നമുക്ക് നല്ലൊരു ജീവിതം വേണം. അപ്പോൾ ആ ജീവിതം ഏറ്റവും സന്തോഷപൂർണ്ണമാവാൻ, നമ്മുടെ ഭർത്താവിനോടൊപ്പം ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സ്വയംവര മന്ത്രവും അതുപോലെ വശ്യമന്ത്രവും പിന്നെ രാജഗോപാല മന്ത്രവും ഒക്കെ ജപിച്ച് എല്ലാവരും അവരുടെ പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം സന്തോഷമായി പങ്കുവച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.